ഹലോ നമസ്കാരം, സിമിഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ആക്സിലേറ്റർ കൂടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെക്കാതെ എന്ത് ചെയ്യരുത്? ഒരു പണിയും ചെയ്യരുത് എന്ന് നിന്നെ പറയുന്നത്. ഒരു പണിയല്ല കേട്ടോ. ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങുകയേ ചെയ്യരുത് കേട്ടോ. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇറങ്ങാം. ആക്സിലേറ്റർ കൂടി പോകുന്നു, നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൂടുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ് കൈ പിടിക്കുന്ന രീതി. ഈ കൈ പിടിക്കുന്നത് ചിലവരാണെങ്കിൽ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ കയറ്റി പിടിക്കും കേട്ടോ. അന്നേരം നമുക്ക് ഈ ആക്സിലേറ്റർ ഒരുപാട് കൂടി പോകാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കൂടെ നമുക്കിതിങ്ങനെ ബ്രേക്കും കൂടെ പെട്ടെന്ന് ഇങ്ങനെ ആക്സിലേറ്റർ കൂടി പോകുന്ന കൂട്ടത്തിൽ ഈ ബ്രേക്കും കൂടെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൈ അന്നേരം പിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആക്സിലേറ്റർ പെട്ടെന്ന് വിടേണ്ടി വരും. എന്നിട്ട് ബ്രേക്ക് ഇങ്ങനെ കൈ എടുത്തിട്ട് നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഭാഗമില്ലേ, ഇവിടെ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചിട്ട് വരുന്ന ഇത്രയും ഭാഗം ഇങ്ങനെ ഒരു ഇതിൽ മാത്രമേ നമ്മൾ കയ്യിൽ ഈ ഹാൻഡിലിൽ നമ്മൾ കൈ കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഒന്നോ രണ്ടോ വിരൽ എപ്പോഴും നമ്മുടെ ഈ ബ്രേക്കിനകത്ത് ഉണ്ടാവണം. എപ്പോഴും നമ്മളതങ്ങനെ വെച്ചേക്കണം. എപ്പോഴും ഇങ്ങനെ ബ്രേക്ക് പിടിക്കണ്ട, പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചേക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആക്സിലേറ്റർ കൂട്ടി എടുക്കാനും നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കാനുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് അന്നേരം നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്കിത് ഈ ബ്രേക്കിൻ്റെ ഇത് അത്യാവശ്യമാണ് താനും. അപ്പോൾ ആ സമയത്ത് നമുക്കന്നേരം ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വെക്കാനൊക്കെ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ രണ്ട് വിരലും കൂടെ ഇവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ വെച്ചിരുന്നാൽ മതി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ ബ്രേക്കും കൊടുക്കുന്നുണ്ടല്ലോ, ആ കൂടെ ഇത് രണ്ടും കൂടെ നിർത്തണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് അന്നേരം കൊടുത്തിരുന്നാൽ മതി. അന്നേരം നമുക്ക് സുഖമായിട്ട് നിർത്താൻ പറ്റും. അതുമല്ല, ബ്രേക്ക് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കരുത്. ജസ്റ്റ് പതുക്കെ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് കൊണ്ടുവരാവുള്ളൂ. പെട്ടെന്ന് ബ്രേക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വണ്ടി മറിഞ്ഞു പോകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില റോഡുകളുടെ സാഹചര്യം കൂടെ നോക്കിയിട്ട്, ചില റോഡ് ചിലപ്പം കുഴികളോ കട്ടറുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിൽക്കണമെന്നില്ല, നിൽക്കുമ്പോൾ അത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാലൻസ് ആയി കഴിയുമ്പം തന്നെ ആ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഇടയ്ക്ക് വണ്ടി നിർത്തുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക, പിന്നെ കുറച്ച് മുമ്പോട്ട് പോവുക, പിന്നെ വണ്ടി നിർത്തുക. വണ്ടി നിർത്തി എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് പ്രാക്ടീസ് ആവും. അന്നേരം വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതി ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ ഒരിക്കലും ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കരുത്. അന്നേരം ഒരുപാട് ആക്സിലേറ്റർ കൂടി പോകാൻ ചാൻസ് കൂടുതലാണ്. അന്നേരം നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു മിനിമത്തിന് ആക്സിലേറ്റർ തിരിയാവൂ, ആ ഒരു രീതിയിലെ ഹാൻഡിലിൽ പിടിക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് വിരൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് വിരൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കാറ്. അപ്പം നമുക്കന്നേരം ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പം നമ്മൾ ഇത് ബ്രേക്ക് ആവുന്നുണ്ടോ, നിൽക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും പേടിയായിരുന്നു, ബ്രേക്ക് പിടിച്ചാൽ നിൽക്കത്തില്ലയോ, അതോ കൂടുതൽ പിടിക്കണോ. പക്ഷെ ഒരുപാട് ബ്രേക്ക് പിടിക്കരുത് കേട്ടോ. നമ്മൾ അപ്പുറത്തെ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ കുറച്ചധികം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ബ്രേക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് പിടിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് ഇങ്ങനെ പിടിച്ചു വെക്കരുത്. അങ്ങനെ പിടിക്കേണ്ട അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ അങ്ങനെ പിടിക്കാവുള്ളൂ കേട്ടോ. എപ്പോഴും അങ്ങനെ പിടിക്കേണ്ടി വരില്ല. ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി, ജസ്റ്റ് കൈ തൊട്ടാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കത് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവും. പിന്നെ ഈ ഹാൻഡിലേൽ മുറുക്കെ പിടിച്ചിട്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ. മുറുക്കെ പിടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്തും ഈ ആക്സിലേറ്റർ കൂടി പോകാൻ ചാൻസ് കൂടുതലാണ്. അന്നേരം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാൻഡിൽ കിടന്ന് വെട്ടുകയും ചെയ്യും.
നമുക്ക് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ മറിഞ്ഞു വീഴും, ചരിഞ്ഞു പോകും. അങ്ങനെ ഹാൻഡിൽ വെട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട്, ഇങ്ങനെ ഹാൻഡിലെ മുറുക്കെ പിടിക്കരുത്. ഹാൻഡിലിനൊരു കുറച്ചൊരു ലൂസ് കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹാൻഡിലേൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ട് ഹാൻഡിൽ മുറുക്കെ പിടിച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാൻഡിൽ കിടന്ന് ഇങ്ങനെ വെട്ടു കിട്ടും. അങ്ങനെ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതും നമ്മൾ മറിഞ്ഞു വീഴാൻ പോകുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഫീലായിരിക്കും. പുറകിൽ നിന്നും മുമ്പിൽ നിന്നും വരുന്നവർക്കും കാണുമ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്നത് തെറ്റാണ് എന്ന് വെച്ചാൽ അവർക്കും പേടി കാണും. നമ്മൾ വണ്ടി എവിടെയും കൊണ്ട് തട്ടുമോ എന്നുള്ളൊരു പേടി അവർക്കും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിഞ്ഞു വീഴാനും കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മുറുക്കെ ഇങ്ങനെ ഹാൻഡിലേൽ ഇങ്ങനെ പിടിക്കരുത്, ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ പിടിക്കരുത്. കുറച്ച് ലൂസാക്കി കൊടുക്കുക, കൈ കുറച്ച് ഫ്രീ ആക്കി കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണെങ്കിലും കുറച്ചിങ്ങനെ കൈ ലൂസാക്കി ഇങ്ങനെ അത് കൊടുത്താൽ മതി. ഭയങ്കര മുറുക്കെ പിടിച്ചിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം നമുക്ക് കൂടുതൽ ഈ ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹാൻഡിൽ മുറുക്കെ പിടിക്കുന്ന സമയത്ത്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് റെഡി ആകാവുന്നതേ ഉള്ളൂ. അതെല്ലാവരും ആദ്യമേ പേടിയായിരിക്കും എല്ലാവർക്കും, ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് കേട്ടോ, എന്നാലും പേടിയാണ്. ഇടയ്ക്കൊന്ന് മറിഞ്ഞ് വീഴൊക്കെ ചെയ്തായിരുന്നു. വേറെ വണ്ടി വന്ന് തട്ടിയിട്ട്, ഞാൻ ചെന്ന് തട്ടിയതല്ല, എന്നെ വന്ന് തട്ടിയിട്ട്. അപ്പോൾ സൈഡിൽ നിന്ന് വന്ന് തട്ടിയിട്ട് ഞാൻ മറിഞ്ഞ് വീഴൊക്കെ ചെയ്തായിരുന്നു. അന്നേരം പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് വേണം നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ. അതൊക്കെ ഉണ്ടാകും, സാധാരണയാണ്. മറിഞ്ഞു വീഴലും കാര്യങ്ങളൊക്കെ സാധാരണയാണ്. പക്ഷേ എന്ന് വെച്ചാൽ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. വീണ്ടും വണ്ടി എടുത്ത് കുറച്ചിങ്ങനെ പേടി മാറത്തുള്ളൂ. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആക്സിലേറ്റർ കൂടി പോകാതിരിക്കാനും ഈ കൈ പിടിക്കുന്ന രീതി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ആ കൂടെ തന്നെ ഈ 2 വിരൽ എപ്പോഴും നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു 20-25 രീതിയിലൊക്കെ ആക്സിലേറ്റർ ആ ഒരു അത്രയും ഇത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സ്പീഡിൽ പോയാൽ മതി. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നിർത്തിയിട്ട് വണ്ടി എടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ആയിക്കോളും. പിന്നെ വണ്ടിയായിട്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അടുപ്പിച്ച് തന്നെ വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറേ മാറി കിട്ടും. ഒരു ദിവസം ചെയ്തിട്ട് 2 ദിവസം ചെയ്യാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകളും പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ ഇല്ലേ, ഹോൺ അടിക്കുന്നതൊക്കെ, അതൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ വീട്ടിൽ ആദ്യം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വിരൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആവത്തുള്ളൂ. അല്ലാതെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇനി ബ്രേക്ക് പിടിക്കണമല്ലോ, എന്നാൽ ഇനി ബ്രേക്ക് നോക്കി പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കാനായിട്ട് നിൽക്കുകയും ചെയ്യും. ഫ്രണ്ടിലൊക്കെ വണ്ടിയും ഉണ്ടാവും, നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് വണ്ടികൾ വരും. റോഡ് നമ്മുടെ കണ്ണിൽ നിന്ന് അങ്ങ് പോകും. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇതിനകത്താവും. അപ്പം കൂടുതൽ അപകടം ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. അത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പിന്നെ ഇപ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ബ്രേക്കിലേക്ക് ഇങ്ങനെ കൈ പോയി ജസ്റ്റ് ബ്രേക്ക് ഇങ്ങനെ അമുക്കി കൊടുക്കും. നമ്മൾ പോലും അറിയത്തില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് റെഡിയാവും. പക്ഷേ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടികൾ നോക്കണോ അതോ നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കണോ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ആക്കിയതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, മനസ്സിലായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചോദിച്ചിരുന്നു. അത് ഞാൻ അപ്പം കുറച്ചുകൂടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇപ്പം എനിക്ക് ഇതിൽ കൂടുതൽ വിശദമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഓടിച്ചൊക്കെ കാണിച്ചു തന്നേനായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതി ഉള്ളൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പറ്റുന്ന പോലെ കുറച്ചുകൂടെ നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ.